പലരും ഹാപ്പിനെസ്സിന് ഒരു ഡെസ്റ്റിനേഷൻ ആയിട്ട് വെച്ചേക്കണം. എനിക്ക് ഇത്ര കിട്ടിയാൽ ഞാൻ ഹാപ്പിനെസ് ഉണ്ടാവും. പക്ഷേ ഹാപ്പിനെസ് ഷുഡ് ബി വേ ഓഫ് ദ ലൈഫ്. പലരും കാണാം ഓഫീസിലിരിക്കുമ്പോൾ വീട്ടിനോട്ട് ആലോചിക്കും, വീട്ടിലിരിക്കുമ്പോൾ ഓഫീസിൽ ചിന്തിക്കും. അങ്ങനെ ഡിറ്റാച്ച് ചെയ്യാൻ പഠിക്കണം. എനിക്ക് കഴിവില്ല, നമ്മളെല്ലാം നെഗറ്റീവ് ചിന്തിക്കാം. നമുക്ക് എപ്പോഴും പോസിറ്റീവ് അഫർമേഷൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. എനിക്കത് ചെയ്യാൻ പറ്റും. സക്സസ് എന്ന് പറയുമ്പോൾ എന്താണ് ഉള്ളിൽ തോന്നുന്നത്? ഫിൽത്തി റിച്ച് ആയിട്ടുള്ള ആളുകളെ കാണുമ്പോഴാണ് നമ്മൾ കൂടുതലും പറയുന്നത് ശരിക്കും എന്താണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ എന്താണ്? സക്സസ് എന്ന് പറയുന്നത് പലർക്കും പല ഡെഫിനിഷനാണ്. ചിലർക്ക് ഇത്ര എമൗണ്ട് കിട്ടിയ സക്സസ് എന്ന് പറയും. പക്ഷേ അറ്റ് എൻഡ് ഓഫ് ദി ഡേ സക്സസ് പറയുന്നത് നമ്മുടെ പ്രസന്റ് ലൈഫിൽ ഹാപ്പിനെസ് നമുക്ക് ഉണ്ടോന്നാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കുറെ പൈസ ഉണ്ടാക്കി കുറെ ഇഷ്യൂ ഉണ്ടാക്കി നമുക്കൊരു മെന്റൽ പീസ് ഇല്ലെങ്കിൽ എന്താ കാര്യം? ഏറ്റവും കൂടുതൽ വേണ്ടത് നമുക്ക് ഹാപ്പിനെസ് ആണ്. നിങ്ങൾ വളരെ പ്ലസന്റ് ആയിരിക്കുന്ന സമയത്ത്, ഭയങ്കര ഇതിൽ പോസിറ്റീവ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിഷിന് പ്രത്യേക ടേസ്റ്റ് കൂടും. നിങ്ങൾ ഡിപ്രസ്ഡ് ആണ്, മൂഡ് ഔട്ട് ആയിട്ട് എന്തെങ്കിലും ഒരു കുക്കിംഗ് ആ സെയിം ഡിഷിന് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് നമ്മൾ വെൻ ആർ ഡൂയിങ് സംതിങ് വിത്ത് ഹാപ്പിനെസ്. പക്ഷെ പലരും ഹാപ്പിനെസ്സിന് ഒരു ഡെസ്റ്റിനേഷൻ ആയിട്ട് വെച്ചേക്കണം. എനിക്ക് ഇത്ര കിട്ടിയാൽ ഞാൻ ഹാപ്പിനെസ് ഉണ്ടാവും, ഇത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഹാപ്പിനെസ് ഉണ്ടാവും. അതുവരെ ഹാപ്പി ഇല്ല, അപ്പോൾ ഹാപ്പിനെസ് ഉണ്ടാവില്ല. പക്ഷേ ഹാപ്പിനെസ് ഷുഡ് ബി വേ ഓഫ് ദ ലൈഫ്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അപ്പോൾ നമുക്ക് ഹാപ്പിനെസ്സോട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടും. ഇപ്പോൾ ഒരാൾ സാഡ് ആണെങ്കിൽ പറയും ഈസ് ലിവിങ് ഇൻ ദ പാസ്റ്റ്. ഒരാൾ ഭയങ്കര ആങ്സൈറ്റി ഉണ്ടെങ്കിൽ ഈസ് ലിവിങ് ഇൻ ദ ഫ്യൂച്ചർ. എന്നിട്ട് നമ്മുടെ പ്രസന്റ് ഇത് നമ്മൾ പൊല്യൂട്ട് ചെയ്യും. ഈ പാസ്റ്റിൽ നമ്മൾ പല മിസ്റ്റേക്സും പറ്റിയോ പല ഫെയിലിയറും പറ്റിയോ അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഓൾറെഡി വന്നു കഴിഞ്ഞു. പക്ഷേ ഫ്യൂച്ചർ നമ്മുടെ കയ്യിലല്ല. എന്താണെന്ന് അറിയില്ല. ഫ്യൂച്ചറിന് പ്ലാൻ വേണം, കറക്റ്റാണ്. പക്ഷേ ഫ്യൂച്ചറിനെ കൂടി കൂടുതൽ നമ്മൾ ഫോക്കസ്ഡ് ആകാൻ പാടില്ല. നമ്മുടെ കയ്യിൽ ഇപ്പോഴത്തെ പ്രസന്റ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നമ്മൾ പ്രസന്റിൽ ഫോക്കസ് ചെയ്യാം. അതിൽ 100% എഫേർട്ട് ഇടാം. അപ്പോൾ ഒരു ജോലി ചെയ്യാൻ അതിൽ 100% എഫേർട്ട് ഇടാം. അത് മാത്രം ചിന്തിക്കാം. ഇപ്പോൾ പലരും കാണാം ഓഫീസിലിരിക്കുമ്പോൾ വീട്ടിനോട്ട് ആലോചിക്കും, വീട്ടിലിരിക്കുമ്പോൾ ഓഫീസിൽ ചിന്തിക്കും. അങ്ങനെ ഡിറ്റാച്ച് ചെയ്യാൻ പഠിക്കണം. ആ പ്രസന്റ് നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഫോക്കസ്ഡ് ആണെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് പാസ്റ്റ് കറക്റ്റ് ആവും, നമ്മുടെ ഫ്യൂച്ചറും കറക്റ്റ് ആവും. പ്രസന്റിൽ ജീവിക്കാം. എന്താണ് പ്രസന്റ്, എന്താണ് ഇന്ന് ചെയ്യാൻ ഡ്യൂട്ടി എന്നാണ്, അതിൽ മാത്രം നമ്മൾ ഫോക്കസ്ഡ് ആവാം. മറ്റേതിനെ കുറിച്ച് വേറെ ഇതൊരു കാര്യമില്ല. പക്ഷെ പലപ്പോൾ നമ്മൾ മെന്റലി കണ്ടീഷൻഡ് ആണ് നെഗറ്റീവ് തോട്ട്സ്. ഇപ്പൊ ബേബി എലിഫന്റിനെ, കാഫ് എലിഫന്റിനെ നമ്മൾ സാധനം ചെയ്യാൻ അതിനെ കെട്ടിയിടുന്ന വലിയ റോപ്പ് കൊണ്ട് വലിയ മരത്തിൽ കെട്ടിയിടാം. പക്ഷെ അത് കണ്ടമാനം പൊട്ടിക്കാൻ നോക്കും, പക്ഷെ പൊട്ടില്ല. പിന്നെ അത് വലുതായി കഴിഞ്ഞാൽ അതിനെ മനസ്സിലായി എത്ര പുള്ളി ചെയ്താലും ഇത് ചങ്ങല അല്ലെങ്കിൽ കയറ് പൊട്ടില്ല എന്നറിയാം. അപ്പൊ നമ്മൾ കാണാൻ വലിയ എലിഫന്റിനെ നമ്മൾ സാധാരണ മറ്റു വെക്കുമ്പോൾ ചങ്ങല ഒരു ഉണങ്ങിയ മരത്തിൽ കെട്ടിട്ട് ചെറിയൊരു വലിയ വലിച്ച പൊട്ടും, പക്ഷെ അത് വലിക്കില്ല. പക്ഷെ അത് കണ്ടീഷൻഡായി. അതെന്താ വെച്ചാൽ ഞാൻ എന്ത് ചെയ്താലും ശരിയാവില്ല എന്നുള്ള ഒരു മെന്റൽ ബ്ലോക്കാണ്. പിന്നെ അത് പൊട്ടിക്കും, അതിന്റെ മതം പൊട്ടുമ്പോൾ അത് പൊട്ടിക്കും. അതേമാതിരി നമ്മുടെ മനസ്സിൽ പല നെഗറ്റീവ് തോട്ട്സും നമ്മൾ പാസ്റ്റിലത്തെ പല ഫെയിലിയർ ആയിരിക്കാം, പല ഇൻസിഡൻസ് ആയിരിക്കാം. പക്ഷെ അത് നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം പാസ്റ്റിൽ നടക്കാത്ത കാര്യം ഇന്ന് നടക്കുന്ന ബിലീഫ് ഉണ്ടാവണം. നമ്മളത് എന്താണ് എനിക്ക് കഴിവില്ല, നമ്മളെല്ലാം നെഗറ്റീവ് ചിന്തിക്കാം. നമുക്ക് എപ്പോഴും പോസിറ്റീവ് അഫർമേഷൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. എനിക്കത് ചെയ്യാൻ പറ്റും. ആ ഒരു പോസിറ്റീവ്, ഞാൻ എത്രയും ബ്ലെസ്ഡ് ആണ്. മനസ്സിൽ നിന്ന് നമ്മുടെ എല്ലാ വെഞ്ചൻസും നമ്മൾ മാറ്റണം. See, money can bring you comfort. Happiness should come from within us.